സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 187 മീറ്ററാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ ഹൈറ്റ്. ഇത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഗുജറാത്തിലാണ്. ബറോഡക്കടുത്തുള്ള നർമ്മദ നദിയുടെ തീരത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ഹ്യുണ്ടായുടെ ഒരു ഡ്രൈവിനാണ്. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കാർ മാനുഫാക്ചേഴ്സ് ആണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായി ഇന്ത്യയിൽ നടത്തുന്ന വലിയ ഡ്രൈവാണ് ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മീഡിയകൾ ഇന്ത്യ ത്രൂ ഔട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവാണിത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ് എന്ന് നമുക്കറിയാം. ആ ഒരു ബേസ് മനസ്സിലാക്കിയുള്ള ഡ്രൈവാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഡ്രൈവിന് നമ്മൾ പേര് ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് ഓഫ് വെസ്റ്റ് എന്നാണ്. കാരണം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെസ്റ്റ് കോസ്റ്റിലൂടെ കന്യാകുമാരി വരെ എത്തുന്ന ഒരു ലോങ് ഡ്രൈവാണ് ഞങ്ങൾ നടത്തുന്നത്. ഏകദേശം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഡ്രൈവ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ വെസ്റ്റ് കോസ്റ്റിലുള്ള ഓരോ മോണ്യുമെൻ്റൽ ഡ്രൈവായിട്ടാണ് നമ്മൾ ഈ ബെസ്റ്റ് ഓഫ് വെസ്റ്റ് പ്ലാൻ ചെയ്തത്. ഇതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തതും ഹ്യുണ്ടായി നൽകിയിട്ടുള്ളതും ഹ്യുണ്ടായുടെ ലേറ്റസ്റ്റ് വെന്യൂ ആണ്. സോ വെൽക്കം ടു ഓട്ടോഗ്രാഫ്. ലെറ്റ്സ് ഹാവ് ദിസ് ബെസ്റ്റ് ഓഫ് വെസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് അലോങ് വിത്ത് ഹ്യുണ്ടായി വെന്യൂ. ഗുജറാത്ത് മഹാത്മാഗാന്ധിയുടെ ജന്മനാട്. ഭാരതത്തിലെ ഈ പടിഞ്ഞാറൻ അറ്റത്തു നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അരികിൽ നിന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ തലയെടുപ്പിൽ നിന്ന് തുടങ്ങുന്ന യാത്ര ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് ബെസ്റ്റ് ഓഫ് വെസ്റ്റ് യാത്ര തുടങ്ങുന്നു. ലക്ഷ്യം മുംബൈ എന്ന മഹാനഗരം. ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മക്കായാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കടൽ മാർഗം കരയിലേക്ക് എത്തുന്നവർക്കുള്ള ആദ്യ കാഴ്ചയായിരുന്നു അക്കാലത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോംബെയിലാണ്. നമ്മൾ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ബറോഡയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ബോംബെയിലാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 7.5 മണിക്കൂർ ട്രാവൽ ചെയ്തു. ഇപ്പം നമ്മളൊന്ന് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാൻ പറ്റും ഇത് താജ് മഹൽ ഹോട്ടലാണ്. വൺ ഓഫ് ദ മേജർ ലാൻഡ്മാർക്ക് ഇൻ ബോംബെ. ഇതിൻ്റെ തൊട്ട് മുന്നിൽ ഇന്ത്യയിലെ ഫസ്റ്റ് മോണ്യുമെൻ്റായി നിൽക്കുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇപ്പോൾ രാത്രിയുടെ ലൈറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം വളരെ സെക്യൂർഡാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പും നമ്മുടെ ബെസ്റ്റ് ഓഫ് വെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഒരു കൊളീഗും ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം അരവിന്ദ്. നമ്മൾ നന്ദു എന്ന് വിളിക്കുന്നത്. വെൽക്കം നന്ദു. നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇനിയിപ്പം വെസ്റ്റ് ഓഫ് വെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോംബെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെസ്റ്റ് കോസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. രത്നഗിരി അതുപോലെ തന്നെ ഗോവ എല്ലാം കവർ ചെയ്യും. അതെ, കുറച്ച് സ്പോട്ട്സ് ഇതുപോലത്തെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്. അതെ, പിന്നെ ഇവിടെ തന്നെ വിക്ടോറിയ ടെർമിനസ് പോകുന്നുണ്ട്. ബോംബെയിൽ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോവയ്ക്ക് പോകുന്നു. ഗോവയിൽ നിന്ന് താഴേക്ക് അൺടിൽ വി റീച്ച് കന്യാകുമാരി. യെസ്, അപ്പോൾ കന്യാകുമാരിയിലും ഒരു കാര്യമായ മോണ്യുമെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രൈവ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് ഓഫ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബെസ്റ്റ് ഓഫ് വെസ്റ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദിസ് ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് ഓഫ് ഹ്യുണ്ടായി. പതിനാറാം നൂറ്റാണ്ടിൽ നഗരം കൈക്കലാക്കിയ പോർച്ചുഗീസുകാരാണ് നല്ല ഉൾക്കടൽ എന്ന അർത്ഥം വരുന്ന ബോംബാഹിയ എന്ന പേര് നൽകുന്നത്. അത് പിന്നെ ബോംബെ ആയും ഇപ്പോൾ മുംബൈയും അറിയപ്പെടുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഈ ഗേറ്റ് ഇന്ത്യ ഡ്രൈവിൻ്റെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് ബോംബെയിലാണ് ഉള്ളത്. ബോംബെയിൽ നിന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുറച്ച് ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ പോവാം. ഹാനി ഇവിടുന്ന് ഗോവയ്ക്ക് ഞാൻ ഫ്ലൈ ചെയ്തു. പുള്ളിക്കാരൻ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് പോയേക്കുക. നമ്മൾ ഇവിടെ നിന്ന് ഗോവയ്ക്കാണ് പോകുന്നത്. ഗോവയിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഗോവയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. നമ്മളിന്ന് പോകാൻ പോകുന്ന വളരെ സീനിക്കായിട്ട് റൂട്ടിലാണ്. നമ്മൾ പണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ദിൽചാത്തഹയിൽ കണ്ട റൂട്ട് ഗോവ വരെ പോകുന്ന ബോംബെയിൽ നിന്ന്. ആ റൂട്ടിൽ നമ്മൾ പോകാൻ പോകുന്നത്. സോ നമുക്ക് ആ വഴി പോവാം. എന്തായാലും നമുക്കിന്ന് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്.
മുംബൈ മഹാനഗരത്തോട് വിട പറഞ്ഞു ഗോവൻ തീരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. Maria Pitache, oh Maria Pitache, oh Maria Pitache, hey oh Maria Pitache. പക്ഷേ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. എൻ്റെ കാല് ബാർ ഫുട്ടഡാണ്. എക്കോ പഞ്ചർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദാറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മൾ ഗോവയിൽ വന്നിരിക്കുന്നത് പക്ഷേ സാധാരണ ഒരു ഗോവൻ ട്രിപ്പ് പോലെയല്ല. ഗോവയിൽ നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കാൻ വരാറുണ്ടാവും. നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് ഡ്രൈവർ. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു പാട്ടിൽ ബെസ്റ്റ് ഓഫ് ബെസ്റ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഗോവൻ്റെ ചില പിക്യുലാരിറ്റീസ് ഉണ്ട് ഇന്ത്യയിലെ ഹിസ്റ്ററിയിൽ. അപ്പോൾ ഇന്ത്യയിലെ ഹിസ്റ്ററിയിൽ ഗോവൻ്റെ വലിയൊരു പാർട്ടുണ്ട്. ആ പാട്ടായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. അതിന് ചില മോണ്യുമെൻറ്റ്സ് ആയിട്ടുള്ള ചർച്ചസ് ഉണ്ട്, ഫോർട്ട് ഉണ്ട്, ബീച്ചിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ നാട്ടിൽ കോഴിക്കോട്ടിലാണ് വാസ്കോഡഗാമ വന്നതെങ്കിലും വാസ്കോഡഗാമ ലൈഫ് എൻഡ് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണക്ഷൻ അന്ന് മുതലേ പോർച്ചുഗീസിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ഏറ്റവും ട്രഡീഷൻ കീപ്പ് ചെയ്യുന്ന ഇന്ത്യയിൽ ഗോവയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു പോർച്ചുഗീസ് സ്റ്റൈൽ ഓഫ് ജീവിതവും പിന്നെ ആ ഒരു ആർക്കിടെക്ചറിലും എല്ലാത്തിലും ഗോവ സംതിങ് ഡിഫറെൻറ്റ്. സോ ഗോവൻ ബീച്ചിനെ കുറിച്ച് നമുക്ക് പറയാം. ബീച്ചിൽ നമുക്കറിയാം ഗോവൻ്റെ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയും ഭംഗിയും പല ടൈപ്പ് ബീച്ചും ഉള്ള സ്ഥലമാണ് ഗോവ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന റോക്കി ആയിട്ടുള്ള ഭാഗത്താണെങ്കിൽ പ്ലെയിൻ ക്ലീൻ സാൻഡുള്ള ബീച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് വളരെ അട്രാക്റ്റ്. പക്ഷേ അതിനേക്കാളേറെ ഇന്ത്യൻ യൂണിറ്റിയിൽ ഒരു വലിയൊരു പങ്ക് ഗോവക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഗോവ ഹാസ് ഓപ്പൺ അപ്പ് ദ മാർക്കറ്റ് ഫോർ ഇന്ത്യ ഓൾസോ. ലൈക്ക് നമ്മൾ കേരളത്തിലുണ്ടായപ്പോൾ തന്നെ ഒരുപാട് മാർക്കറ്റ് ഗോവയിൽ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട് വേൾഡിലേക്ക്. ആ ഒരു യൂണിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ കൾച്ചറലി തന്നെ ഗോവയിൽ നമുക്കറിയാം കുറേ കൂടെ ഒരു ആംഗ്ലോ പോർച്ചുഗീസ് മിക്സ് ഓഫ് കൾച്ചറാണ് ഇന്ത്യയിൽ ഗോവയിലുണ്ടാകുന്നത്. എന്നാലും ഇവിടുത്തെ കൊങ്കണി കൾച്ചറും അതുപോലെ തന്നെ മഹാരാഷ്ട്രൻ കൾച്ചറും മിക്സും ഇവിടെ കാണാൻ പറ്റും. സോ സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ ഉള്ളവർക്ക് പോർക്കും കഴിക്കാം. ഞാൻ പോർക്ക് കഴിക്കാറില്ല. പറയാൻ പറ്റിയില്ല, സമ്മതിച്ചില്ലെന്ന്. എനിവേ ഗുഡ് ഫുഡ്, good sightseeing and a great historical place is what Goa is. ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള ഫോട്ടോസ് അകത്ത് കാണാൻ പറ്റും. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇറ്റ്സ് ലൈക്ക് ഹ്യൂജ് കളക്ഷൻ. ബോർഡ് നിറച്ച് ഫോട്ടോഗ്രാഫ്സ്. ആരൊക്കെയാണ് വന്നേക്കുന്നത്? സോ മാർട്ടിൻ കോർണർ ആണ് ഇത്. ഇതുപോലുള്ള പല ഈറ്റിംഗ് ജോയിൻസും ഉണ്ട് ഗോവയിൽ. ആൻഡ് യു ക്യാൻ എക്സ്പ്ലോർ ഇറ്റ്. ഗോവൻ ഫുഡ് തന്നെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വന്നിട്ട് ചൈനീസ് ഒന്നും കഴിക്കാൻ നിൽക്കണ്ട. ഗോവൻ ഫുഡ് ട്രൈ ചെയ്യുക. യെസ്, ഗോവൻ ഫിഷ്, ഗോവൻ താലി. അപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ടേസ്റ്റ് ഗോവ. അതെ, പോണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പോവാതിരിക്കില്ല. നമ്മളെന്തായാലും പോകും.
പക്ഷെ ഇത് ഗോവയിലൊരു സ്ഥലത്തിൻ്റെ പേരാ പോണ്ട ഹോണ്ട ബോണ്ട അല്ല ബോണ്ടല്ലേ ഇങ്ങനത്തെ ഓരോ സ്ഥലപ്പേരുള്ളത്. എന്ത് ചെയ്യാനാ ഓരോ നാട്ടിലൊരു ബാങ്ക്വി നീം എന്നാണ്. അത് നീ പറഞ്ഞാൽ മതി, നീ പണ്ട് ചൈനയിലായതുകൊണ്ട് തന്നെ പറയാമല്ലോ അല്ലേ. എനിവേ ഹോണ്ട എല്ലാം പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. വേറെ സ്ഥലമുണ്ട് അതിനേക്കാളും രസമുള്ള സ്ഥലം കണകൂണാണ്. രാവിലത്തെ കണകൂണ വർത്താനം ഞാൻ പറയുന്നത്.